പ്രൈസ് ലോർഡ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. കർത്താവിൻ്റെ ചെറിയൻ്റെ കീഴിൽ നമ്മളെ മറച്ച് ദുഷ്ടൻ്റെ കയ്യിലകപ്പെടാൻ നമ്മളെ കാത്ത് നമ്മളെ ജീവന ഭക്തിക്ക് ആവശ്യമായതൊക്കെ നൽകി തന്ന് വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ നമ്മളെ നിറച്ച് നിലനിൽക്കുന്നതും നശിച്ചു പോകാത്തതും നിത്യമായതിൻ്റെ പ്രകാശനത്തിലേക്ക് നമ്മളെ വഴി നടത്തി പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപമാക്കി കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കണ്ണിമിക്കുന്നതിനിടെ രൂപാന്തരപ്പെട്ട് ദൈവ തേജസ്സിൻ്റെ മക്കളാകി നമ്മൾ ഒരുക്കിയെടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ ദൈവപ്രവൃത്തികൾക്കായിട്ട് നമുക്ക് നന്ദി പറയാം. വീണ്ടും വണ്ണമൊന്നും നമ്മളതിനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ഇന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ കർത്താവിനോട് ചോദിക്കാനുണ്ട്. എന്നാൽ ആ തേജസ്സുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ തേജസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് ചോദ്യങ്ങളൊന്നും ചോദിക്കാനുണ്ടാകത്തില്ല. കാരണം നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഇന്ന് നമ്മൾ കർത്താവിനോട് കൂടെയാണ്. ആത്മാവാകുന്ന ദൈവം നമ്മളിൽ വസിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മളെ വഴി നടത്തി തേജസ്സുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ എത്തിച്ച് ആ കർത്താവിനോട് കൂടെ നമ്മൾ യുഗായുഗം തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും നിത്യത മുഴുവൻ വസിക്കുന്ന തേജസ്സിൻ്റെ മക്കളാക്കി ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത്. എബ്രായ ലേഖനം ഇങ്ങനെ തുടങ്ങുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ദൈവം കുറച്ചീശെ അല്ലെങ്കിൽ ഭാഗമായിട്ടാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്. പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി, പുത്രൻ മുഖാന്തരം വെളിപ്പെടുത്തി, അതുപോലെ ന്യായപ്രമാണത്തിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി ഒക്കെ ദൈവം കുറെ വെളിപ്പെടുത്തി തന്നിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമുക്കത് പൂർണ്ണമായിട്ടും വെളിപ്പെടുത്തി തന്നു. എന്തോ വെളിപ്പെടുത്തി തന്നത്? എന്തിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? എന്തുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നു? എവിടേക്കാണ് നമ്മുടെ ജീവിത യാത്ര? ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ, ഇതിനെല്ലാത്തിനും ഉത്തരം ദൈവവചനത്തിലുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുക, അവയിലൊന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവൻ്റെ വായത്രേ അരുളിയത്, അവൻ്റെ ആത്മാവത്രേ കൂട്ടിവരുത്തിയത്. എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ട്, ഇതിനെല്ലാം മറുപടിയുണ്ട്. നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. വഴിയില്ലാത്തടത്ത് വഴി തുറക്കും, സാഹചര്യങ്ങളെ മാറ്റും, ഹൃദയങ്ങളെ അനുകൂലമാക്കും, നമുക്ക് ആവശ്യമായതെല്ലാം നൽകിത്തരും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ, ദൈവത്തിന് ഇങ്ങനെ പറയും, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും ഉത്തരം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം സകലത്തിനും മതിയായവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ രൂപാന്തരപ്പെടാത്ത മനസ്സ് പറയുന്നതോ, അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ലോകത്തിലെ വ്യക്തികൾ പറയുന്നതോ, അല്ലെങ്കിൽ സയൻസ് പറയുന്ന ഒന്നുമല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത വചനം എന്തു പറയുന്നുവോ അത് നമുക്ക് വിശ്വസിക്കാം. കാരണം ഈ കാണുന്ന ആകാശം ഭൂമി മാറിപ്പോകും, ദൈവവചനത്തിന് വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ മാറ്റം വരത്തില്ല. ദൈവം അബ്രഹാമിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ കാര്യം ഇതാണ്. അബ്രഹാമെ പുറത്തോട്ട് വിളിച്ചുകൊണ്ടതിന് അബ്രഹാമിനോട് ആകാശത്തേക്ക് നോക്കിയിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്ക് എണ്ണാൻ പറ്റുമോ? ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, എണ്ണിത്തീരുവാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സയൻസൊക്കെ ഇന്ന് ഒത്തിരി വലിയ തലങ്ങളിലേക്ക് എത്തിയെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും സയൻസിന് പോലും പിടികിട്ടുന്നില്ല ഈ ആകാശത്തിലെ നക്ഷത്രത്തിൻ്റെ എണ്ണം. എന്നാൽ ദൈവജനം ഇങ്ങനെ പറയുന്നു, അവൻ നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്നു. നമ്മൾ കാണുമ്പോൾ അത് മിന്നുന്ന നക്ഷത്രങ്ങളാണ്. പേർ ചൊല്ലി വിളിക്കണമെങ്കിൽ ജീവനില്ലാത്ത ഒന്നിനും ഒരാൾ പേർ ചൊല്ലി വിളിക്കത്തില്ല. അപ്പോൾ ഈ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴാണ് ഈ സൂര്യൻ ആരാണ്, ചന്ദ്രൻ ആരാണ്, നക്ഷത്രങ്ങൾ ആരാണ്, ഇതൊക്കെ നമുക്ക് വെളിപ്പെടലുള്ളൂ. സമുദ്രത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്, കാറ്റിനെ നിയന്ത്രിക്കുന്നത് ആരാണ്, ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന വ്യക്തികൾ ആരാണ് എന്ന് നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് വചനത്തിൽ കൂടി അറിയാൻ പറ്റും.
അവിടെ ചെല്ലുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക്, ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അത് ദൈവവചനത്തിൽ കൂടി നമുക്ക് വെളിപ്പെട്ട് വരുന്നത്. എന്നാൽ പിശാച് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം വെളിപ്പെടാതിരിക്കുവാൻ ഈ ലോകത്തിൻ്റെ പ്രഭു അനേകരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഹൃദയത്തെ കുരുട്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ തേജസ്സിൻ്റെ സുവിശേഷമാണ് നമ്മൾ കേൾക്കേണ്ടത്. ഈ തേജസ്സിൻ്റെ സുവിശേഷം കേൾക്കുമ്പോഴാണ് നമ്മൾ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കുന്നത്. അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയ ദൃഷ്ടി, ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി ദൈവം പ്രകാശിപ്പിക്കും. അപ്പോഴാണ് നമ്മളെ വിളിച്ചത് എന്തിനാണ്, നമ്മളുടെ ജീവിതയാത്ര എങ്ങോട്ടാണ്. അതുകൊണ്ടാണ് നീതിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളത്തെ അവൻ ഒഴിഞ്ഞു പോകും. അപ്പോൾ ഒരു നീതിമാന്റെ ജീവയാത്ര എങ്ങോട്ടാ? മേലോട്ട് എന്ന് പറഞ്ഞാൽ തേജസ്സിലേക്ക്, നിത്യതയിലേക്ക്, നിത്യഭവനത്തിലേക്ക്, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യഭവനത്തിൽ ആക്കാക്കിയിട്ടാണ് നീതിമാൻ ഓരോ ദിവസവും യാത്ര ചെയ്യുന്നത്. മാത്രമല്ല ദൈവത്തിൻ്റെ പരിജ്ഞാനവും വിവേകവും വകതിരിവും സുബോധവും ഒക്കെ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കും. മനസ്സിലായോ? പാതാളത്തിലേക്ക് ഏറി പങ്ക് ആളുകൾ പോകുന്നത്, നാശത്തിലേക്ക് ഏറി പങ്ക് ആളുകൾ പോകുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയും, നാശത്തിലേക്ക് പോകുന്ന വഴിവീതി കൂടിയതാണ്, വാതിൽ വിശാലമാണ്, അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. എന്നാൽ നിത്യതയിലേക്കുള്ള വഴി അത് ഇടുക്കമാണ്, വാതിൽ ഇടുങ്ങിയതാണ്, വഴി ഞെരുക്കമാണ്, കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. അപ്പോൾ അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണെങ്കിൽ ദൈവം നമുക്കത് കാണുവാൻ വലിയ ഭാഗ്യം തന്നെങ്കിൽ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യമുള്ളവർ. അങ്ങനെയെങ്കിൽ ആ ഭാഗ്യ പദവിയെ തള്ളിക്കളയാതെ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യണം? കർത്താവിനോട് ചേർന്ന് നടക്കണം. നിങ്ങളെല്ലാവരും ദൈവവചനം വായിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കട്ടെ. ദൈവവചനത്തിൻ്റെ കേൾവി കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ വചനം എന്ത് ചെയ്യണം? രാപ്പകൽ ധ്യാനിക്കണം, നമ്മൾ വചനം വായിക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഒരു ദിവസം ഒരു 10 അധ്യായമൊക്കെ വെച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം കൊണ്ട് പുതിയ നിയമം ഒരു പ്രാവശ്യം വായിക്കാം. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു 12 പ്രാവശ്യം വായിക്കാം. അത് 10 എന്നുള്ളത് 20 സമയമുള്ളവർക്ക് 20 അധ്യായമൊക്കെ വായിച്ചാൽ 2 പ്രാവശ്യം വായിക്കാം. 30 അധ്യായം വായിച്ചാൽ 3 പ്രാവശ്യം വായിക്കാം. എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കണം. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കണം. വീട്ടിലിരിക്കുമ്പോൾ, വഴി നടക്കുമ്പോൾ, പുറത്തോട്ട് പോകുമ്പോൾ, അകത്തോട്ട് വരുമ്പോൾ, നെറ്റിമേൽ, കൈമേലൊക്കെ ഇത് ആലേഖനം ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ വാഴണം. അങ്ങനെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ കൃത്യമായിട്ട് നമ്മളെ വചനത്തിൽ കൂടി നടത്താൻ പറ്റത്തുള്ളൂ. വചനമില്ലാത്തൊരു വ്യക്തിയെ പരിശുദ്ധാത്മാവിന് നടത്താൻ പറ്റത്തില്ല. ആ വ്യക്തി അവൻ്റെ പഴയ രൂപാന്തരപ്പെടാത്ത മനസ്സിനാൽ നയിക്കപ്പെടും. അതവനെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് വചനത്തിന് വേണ്ടി നമ്മൾ ഈ നാളുകളിൽ സമയം ചെലവഴിക്കണം. ഈ ദിവസം വരെ നമ്മൾ മറ്റു പലതിനൊക്കെ സമയം ചെലവഴിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, അതൊന്നും നമുക്കൊരു പ്രയോജനം തരുന്നതല്ല. നിലനിൽക്കുന്ന നിത്യതയിലേക്ക് നമ്മളെ നയിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ജീവനുള്ള വചനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് വചനത്തിൽ ഉറ്റിരിക്കാനായിട്ട്, വചനം കേൾപ്പാനായിട്ട്, വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാനായിട്ട്, വചനം അനുസരിപ്പാനായിട്ടൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ്. നമുക്കറിയാം, നമ്മളൊരു വീണ്ടും ജനം പ്രാപിച്ച വ്യക്തികളാണ് ഏറിയപ്പോൾ എന്നെ കേൾക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. കാരണം ജഡത്താൽ ജനിച്ചത് ജഡമാണ്, നീ ആത്മാവിനാൽ വീണ്ടും ജനിക്കണമെന്ന് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു. പ്രാകൃതമാണ് ആദ്യം വരുന്നത് എന്ന് പറഞ്ഞാൽ ജഡത്താലുള്ള ജനനം ആണ് പ്രാകൃതം എന്ന് പറയുന്നത്. പ്രാകൃതം ആദ്യം വരുന്നു, ആത്മീയം പിന്നത്തേതിൽ വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡത്തിൽ ജനിച്ചു, ജഡത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കലേ എന്ത് സംഭവിച്ചു? ആത്മാവിൽ ജീവിക്കേണ്ടതിൻ്റെ അല്ലെങ്കിൽ ജനിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി. ഇത് വെളിപ്പെടുത്തി കിട്ടിയിട്ടും ഏറെ പങ്ക് ആളുകൾ അതിനെ തള്ളിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പാരമ്പര്യങ്ങളെ പിൻപറ്റുവാനും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ നൈമിഷികമായിട്ടുള്ള മോഹങ്ങളിൽ പോകുവാനും, അല്ലെങ്കിൽ നശിച്ചു പോകുന്നതിൻ്റെ പിറകെ ഓടുവാനുമുള്ള ത്വര മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിച്ചിട്ടും പലർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അതിനെ പൂർണ്ണമായി വിശ്വസിച്ചും കൊണ്ട് ദൈവത്തിനായി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ കൃപയാൽ ദൈവം നമ്മളുടെ ഹൃദയത്തെ തുറന്നതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാൻ പറ്റി. ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് നടക്കാൻ പറ്റി. ആ വീണ്ടും ജനനം നമ്മളെ
യേശു ക്രിസ്തുവിനോട് ചേരുന്ന ഒരു അനുഭവത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനനം അകത്ത് സംഭവിച്ചു, എന്നാൽ ആ വീണ്ടും ജനനം നമ്മളെ കർത്താവിനോട് ചേർന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തി. അതാണ് സ്നാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. യേശു കർത്താവ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ ആ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. യേശു ക്രിസ്തു അടക്കപ്പെട്ടെങ്കിൽ ഞാൻ അവനോടുകൂടെ അടക്കപ്പെട്ടു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. ഞാൻ ഇനി ആ യേശു കർത്താവിനോട് കൂടെയാണ് ജീവിക്കുന്നത്, അവനോട് കൂടെയാണ് ഞാൻ വസിക്കുന്നത്, എന്നെ സ്വർഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം വീണ്ടും ജനനം പ്രാപിച്ച യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ എന്ത് ചെയ്യണം? അവർ ക്രിസ്തുവിൽ വളരണം. വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെ ആയിട്ടുള്ളൂ. വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തി എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വളരണം, ക്രിസ്തുവിൽ തികവുള്ളവരാകണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർക്കുന്നത്. അപ്പോൾ സഭയിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആത്മീയ അധികാരത്തിന് കീഴെ ഒരു മെന്ററിങ്ങിലേക്ക് ദൈവം ഒരു വ്യക്തിയെ കൊണ്ടുവരുമ്പോൾ, ആ ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് ആ വ്യക്തികളെ വചനത്തിൽ പോഷണം കൊടുക്കണം. അവരെ വചനത്തിൽ കൂടി അവരെ യഥാസ്ഥാനപ്പെടുത്തണം, അവരിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി തരണം. ഒരു കുഞ്ഞു വളരുന്നത് പോലെ അവരെ വളർത്തിക്കൊണ്ടുവരണം. എന്തിലേക്ക്? ആ ദൈവത്തിൻ്റെ നിറവിലേക്ക്, ദൈവ തേജസ്സിലേക്ക്, വിശുദ്ധിയിലേക്ക്, ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണുന്ന വ്യക്തിത്വങ്ങളായിട്ട്, ദൈവത്തോടു കൂടെ ദൈവരാജ്യത്തിൽ നീതിയോടുകൂടെ വാഴത്തക്ക രീതിയിൽ കാര്യങ്ങളെ പഠിച്ചെടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് ഈ ഓരോ വ്യക്തികളെയും മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുശ്രൂഷകന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർക്കും. അപ്പോൾ ഇങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ ദൈവവചനത്തിൽ കൂടി ഒരുക്കിയെടുക്കുന്ന ഒരു ദൈവപ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ദൈവ വചനത്തിൽ കൂടി വളർത്തുന്ന ഒരു പദ്ധതിയാണ്, അല്ലെങ്കിൽ ദൈവിക പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്? വചനം കേൾക്കുന്ന നിങ്ങളിൽ, പറയുന്ന എന്നിലൊക്കെ നടക്കുന്നത്. മനസ്സിലായോ? വചനത്തിന് ജീവനുണ്ട്. വചനം ചുമ്മാ നമ്മൾ എന്തെങ്കിലും കഥ കേൾക്കുന്ന പോലെയല്ല. പലരും പല കഥകളൊക്കെ കേൾക്കുന്ന പോലെയല്ല വചനം എന്ന് പറയുന്നത്. വചനത്തിന് ജീവനുണ്ട്, അതിൽ ചൈതന്യമുണ്ട്, അതിൽ വിശുദ്ധിയുണ്ട്, അതിൽ സ്നേഹമുണ്ട്, അതിൽ ദൈവത്തിൻ്റെ എല്ലാ സ്വഭാവവും നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റെടുക്കുന്ന, കേൾക്കുന്ന ഒരു വ്യക്തി അതിനെ റിസീവ് ചെയ്യുമ്പോൾ, അതിനെ സ്വീകരിക്കുമ്പോൾ, അതിനെ ആമേൻ പറയുമ്പോൾ, ആ വചനം ആ വ്യക്തിയിൽ വസിച്ച് അവനിൽ മറഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവങ്ങളെ, എഡമിക് നേച്ചറിനെ എല്ലാം നീക്കിക്കളഞ്ഞിട്ട് ആ വ്യക്തിയെ തേജസ്സിൽ പുത്രനായ യേശുവിനെ പോലെ ആക്കിയെടുക്കും. അപ്പോൾ ആ ഒരൊറ്റ ഉദ്ദേശമാണ് ഒരു ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ടത്. ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് വചനം പറയുന്നതും പങ്കുവയ്ക്കുന്നതും. അപ്പോൾ ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളെ കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന വാക്യമാണ് ഇന്ന് നമ്മൾ കുറിവാക്യമായിട്ട് വായിക്കുന്നത്. അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം. അത് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. കണ്ടോ, ഇവിടെ നമ്മളൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു. ദൈവമാണ് ആരംഭിച്ചത്. നമ്മളാരും ദൈവത്തെ തേടിപ്പോയതല്ല, ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതല്ല. ചില പാട്ടുകളിലൊക്കെ അങ്ങനെ പാടുന്നുണ്ട്, ഞാനും പാടാറുണ്ട് അങ്ങനെ. പക്ഷെ ഞാൻ അവിടെ തിരുത്താറുമുണ്ട്. ഞാൻ ദൈവത്തെ കണ്ടുമുട്ടിയതല്ല, ദൈവം നമ്മളെ തേടി വന്നതാണ്. ദൈവമാണ് നമ്മളെ അന്വേഷിച്ചത്, ദൈവമാണ് നമ്മളെ കണ്ടുമുട്ടിയത്. അല്ലെ, ഫിലിപ്പിയ ലേഖനത്തിൽ അത് പറയുന്നുണ്ടല്ലോ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെ താൻ താഴ്ത്തി. നമ്മൾ വായിക്കുന്ന ഈ പുസ്തകത്തിന്റെ 2-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ. ദൈവം നമ്മളെ തേടി വന്ന കാര്യത്തെക്കുറിച്ചായി പറയുന്നത്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. കണ്ടോ, അപ്പോൾ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ട്, നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ തിരികെ നൽകാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ജഡധാരിയായി, മനുഷ്യനായിട്ട്. അപ്പോൾ ദൈവമാണ് നമ്മളെ കണ്ടെത്തിയത്, നമ്മൾ ദൈവത്തെ കണ്ടെത്തിയതല്ല. ദൈവം നമ്മളെ തേടി വന്നു. ആ യേശുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതാണ് ഇവിടെ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ. എന്തു നല്ല പ്രവൃത്തി ആരംഭിച്ചത്? ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവം ദൈവം നമുക്ക് നൽകി. ദൈവം വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തെ നൽകി.
പരിശുദ്ധാത്മാവ്. നോക്കുക, പേര് തന്നെ നോക്കിയാൽ നിങ്ങൾ, പരിശുദ്ധാത്മാവ്. ഈ ലോകത്ത് മറ്റ് പല ആത്മാക്കളെ കുറിച്ച് നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. അശുദ്ധാത്മാക്കൾ, ഭൂതാത്മാക്കൾ, ദുരാത്മാക്കൾ, ഇരുട്ടിൻ്റെ ആത്മാക്കൾ. പക്ഷേ ദൈവത്തിന് ഒരു ഒറ്റ ആത്മാവേ ഉള്ളൂ. ആ ആത്മാവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്. കണ്ടോ, ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് നയിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ ബാക്കി എല്ലാ ഇരുട്ടുകളും മറ്റെല്ലാ അശുദ്ധികളൊക്കെ നമ്മൾ നീങ്ങിപ്പോകും. കേട്ടോ, അപ്പോൾ ആ പരിശുദ്ധാത്മാവ്, അതാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ. എന്താ നല്ല പ്രവൃത്തി ആരംഭിച്ചത്? ദൈവം തന്നെ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നമുക്ക് തന്നു. കേട്ടോ, നമ്മളെ ദൈവത്തിൻ്റെ പുത്രിപുത്രന്മാരാക്കി തീർത്തു. കേട്ടോ, ഇവിടെ പറയാം നമ്മൾ നീതീകരിച്ചു. ഇവിടെ പറയാ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം. അടുത്ത ഒരു കാര്യം ഇവിടെ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാൾ. നമ്മൾ ദൈവജനത്തിലേക്ക് നോക്കുമ്പോൾ പല നാളുകൾ കാണാം. യേശുക്രിസ്തുവിൻ്റെ നാള്, ദൈവത്തിൻ്റെ ദിവസം, യേശുക്രിസ്തുവിൻ്റെ ദിവസം എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാൾ. യേശുക്രിസ്തുവിൻ്റെ നാൾ എന്ന് പറയുന്നത് യേശു കർത്താവ് ഇപ്പോൾ പിതാവിൻ്റെ സന്നിധിയിൽ അർക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യക്രമീകരണങ്ങൾ ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഒരു എന്താ പറയുന്ന ഒരു വക്കീൽ, ഒരു ജഡ്ജിയുടെ മുമ്പിൽ നിന്നൊരു വക്കീൽ ന്യായം വാദിക്കുന്നത് പോലെ ഇന്ന് പിതാവിൻ്റെ സന്നിധി നമുക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? പുത്രൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അതൊക്കെ പറഞ്ഞു തന്ന നമ്മൾ കേട്ട കാര്യങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? അത് ഏറ്റുപറയണം. അത് ഏറ്റുപറയുമ്പോൾ അത് കർത്താവ് ക്ഷമിച്ച് അവൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി, പിതാവേ ഈ പാപത്തിനും കൂടി വേണ്ടിയാണ് പിതാവേ ഞാൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എന്ന് പിതാവിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് നമ്മളെ നിർത്തിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മളെ ആ ഒരു തലത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ യോഗ്യരാക്കി, പൂർണ്ണതയുള്ളവരാക്കി, വിശുദ്ധി തികഞ്ഞവരാക്കി നിർത്താൻ വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടോട് പറഞ്ഞു, നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം. അപ്പൊ ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു തൻ്റെ മണവാട്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, യേശു കർത്താവ് നമ്മളെ കാന്തൻ മണവാട്ടിയെ ചേർപ്പാനായിട്ട് മധ്യാകാശത്തിൽ വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. കേട്ടോ, എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് വെച്ചിട്ടുണ്ട് പക്ഷപാതം ചെയ്യാൻ. നമ്മൾ ഈ സദൃശവാക്യങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാറ്റിനും ഒരു കാലമുണ്ട്, അല്ലേ? നടാനൊരു കാലം, പറിക്കാനൊരു കാലം, കരയാനൊരു കാലം, സന്തോഷിപ്പാനൊരു കാലം, അല്ലേ? അതുപോലെ ഓരോന്നിനും ഒരു സമയം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച ഓരോ വ്യക്തികളും ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിറവിലേക്ക് വരാനായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. മാത്രമല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നു എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് ദൈവം ആ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, അടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ അധികമായിട്ട് കർത്താവ് അത് വെളിപ്പെടുത്തി തരികയാണ് അനേകം ദൈവദാസന്മാരിൽ കൂടി. അല്ലെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാർ അനേകർ ഈ നാളുകളിൽ ഒരുങ്ങി വരുന്നുണ്ട്. അവരിങ്ങനെ വെളിപ്പെട്ട് വരികയാണ്. കാരണം കൊയ്ത്ത് വളരെയുണ്ട് എന്ന് കർത്താവ് തന്നെ പറഞ്ഞു. വേലക്കാരെ ചുരുക്കം. വിളവിൻ്റെ നാഥനോട് കൊയ്ത്തിനെ അയക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് നമ്മളോട്. മനസ്സിലാകുന്നുണ്ടോ? തൻ്റെ ഈ വയലെല്ലാം വിളഞ്ഞു കിടക്കുന്നു, അത് കൊയ്തെടുക്കുവാനായിട്ട് വിശ്വസ്തരായ ശുശ്രൂഷകന്മാരെ അയക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ നാളുകളിൽ കർത്താവ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ആ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് നടക്കുമ്പോൾ, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുമ്പോൾ കണ്ണിമയ്ക്കുന്ന രൂപാന്തരപ്പെടുന്ന തേജസ്സിന് മണവാട്ടിയായി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ഒരുങ്ങണം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറയുന്നത്, കർത്താവ് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത്, കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുകയും സഭ കണ്ണിമയ്ക്കുന്നതിലൂടെ രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്ന
ഇടയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും കർത്താവ് വരുവാനുള്ള സമയത്തിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്ര വിശുദ്ധ ജീവനും ഭക്തിയുള്ളവരായി നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റു ഒന്നിനും നമ്മളുടെ സമയം ചെലവഴിച്ച് നശിപ്പിക്കരുത്. ദൈവവചനത്തിൽ നമുക്ക് കിട്ടുന്ന സമയമൊക്കെ ദൈവവചനം വായിക്കുക, കേൾക്കുക, അതുപോലെ നല്ല ദൈവവചനത്തിൻ്റെ ക്ലാസ്സുകൾക്ക് എന്താണ് നമുക്ക് ആത്മീക വർധന വരുത്തുന്ന, നമ്മൾ ക്രിസ്തുവിൻ്റെ തികവിലേക്ക് വളർത്തുന്ന, വചനത്തിനോട് കൂട്ടിച്ചേർക്കാത്ത ദൈവദാസന്മാരുടെ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക. ക്രിസ്തുവിൽ രക്ഷയിൽ വളർത്തുന്ന വചനങ്ങൾ നമ്മൾ കേൾക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ നാളുകളിൽ സമയം ചെലവഴിക്കണം. കാരണം നമുക്ക് നൽകുന്ന സമയം തക്കത്തിൽ വിനിയോഗിച്ചില്ല എങ്കിൽ പിന്നീട് നമ്മൾ ഓടിപ്പോയിട്ടൊന്നും വിശുദ്ധി പ്രാപിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ വിനിയോഗിക്കണം. അതുകൊണ്ട് ഇവിടെ പറയണം, നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. ക്രിസ്തുയേശുവിൻ്റെ നാളെന്ന് പറയുന്നത് കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? തൻ്റെ മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്ന് പറയാം, ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ ഹൃദയത്തിൽ കയറേണ്ട വാക്യം ഇതാണ്. അതിനെന്ത് ചെയ്യും? ദൈവം കർത്താവ് അതിനെ തികയ്ക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തികയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പൂർണ്ണമായിട്ടും ആ കർത്താവിനോട് ചേർന്ന് നടപ്പാനുള്ളൊരു ആഗ്രഹം ഉണ്ടാകണം. കാരണം ആഗ്രഹിക്കുന്ന ആത്മാക്കളെയാണ് ദൈവം തൃപ്തിപ്പെടുത്തുന്നത്. എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിനെന്ന കർത്താവ് പറഞ്ഞു. മനസ്സിലായോ? എൻ്റെ നുകമേറ്റ്. പലർക്കും ഈ നുകമേൽക്കാൻ താല്പര്യമില്ല. കാരണം നുകമേറ്റെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിക്കണം. അപ്പോൾ ആ നുകം നമ്മളുടെ കഴുത്തിൽ നിന്നും മാറ്റുന്നൊരു സമയമാണ് എന്ത്? കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുവരെ നമ്മൾ കർത്താവിൻ്റെ നുകത്തിന് കീഴിലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറഞ്ഞു എൻ്റെ നുകം എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും തോന്നും, അയ്യോ ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് പറ്റും എന്നൊക്കെ തോന്നുമ്പോൾ, ചിന്തിക്കുമ്പോൾ കർത്താവ് പറയണം എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവാണ്. കാരണം നമ്മളുടെ മനസ്സാണ് പലപ്പോഴും ഈ വചനത്തിൻ്റെ അനുസരണത്തിലേക്ക് പോകുമ്പോൾ അയ്യോ ഇത് കഠിനം എന്ന് തോന്നിപ്പിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരോ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി നമ്മളെ നടത്തി ക്രിസ്തുയേശുവിൻ്റെ നാളോളം തികയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കും. ഓക്കെ, അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ 2-3 വാക്യങ്ങൾ നമ്മൾ നോക്കുന്നത് ആ വചനം ഇത് പറയുന്നതിനോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് നമ്മൾ ഏത് അളവിലെത്തി, എവിടേക്കാണ് നമുക്കിനി ഒരു മാറ്റം വരണം, എവിടേക്കാണ് രൂപാന്തരപ്പെടേണ്ടത് എന്നൊക്കെ വചനം കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. വചനം കേട്ടിട്ട് പിന്നീട് സമർപ്പിക്കുകയല്ല, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന മേഖലകളിൽ എനിക്ക് പാളിച്ചകളുണ്ട്, ഇന്ന മേഖല ഞാൻ വീണെടുക്കുകയാണ്, ഇന്ന മേഖലയിൽ എനിക്ക് കുറവുണ്ട് കർത്താവേ, ഞാനതിനെ ഏറ്റുപറയുന്നു. വചനം പറയുന്നുണ്ടല്ലോ, വ്യസനത്തിലുള്ള മാർഗം നമ്മളിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടക്കണം. അപ്പോൾ വ്യസനത്തിലുള്ള മാർഗം നമ്മളിൽ ഉണ്ടോന്നെങ്ങനെ നോക്കാൻ പറ്റുന്നത്? വചനത്തിൽ കൂടിയാണ്. വചനം ഒരു കണ്ണാടിയാണ്. വചനം കേൾക്കുമ്പോൾ തന്നെ ഇന്ന വ്യസനം, ഇന്ന പാപം, ഇന്ന മുറുകെ പറ്റുന്ന സ്വഭാവം, ഇന്ന ജഡിക സ്വഭാവം, ഇങ്ങനെയുള്ളൊരു അഡമിക് നേച്ചർ, അപ്പനിൽ നിന്ന് വന്നത്, അമ്മയിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് വന്നിരിക്കുന്ന സ്വഭാവങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ, അത് ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ എനിക്ക് വ്യസനം നൽകുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ ഉണ്ട് എന്ന് വചനത്തിൽ കൂടി പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഏറ്റുപറയണം, അതിനെ നീക്കിക്കളയണം. ശാശ്വത മാർഗത്തിലേക്ക് എന്നെ നടത്തണം. എന്തോ ശാശ്വത മാർഗം? കർത്താവെ, ഞാൻ ഈ കേട്ട വചനത്തിൻ്റെ മുന്നേ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരളവിലേക്ക് എന്നെ നടത്തണം കർത്താവെ എന്ന് നമ്മൾ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ആ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നവനാ കർത്താവ്. നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവസന്നിധി നമ്മൾക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാൻ അധികം സമയമൊന്നും വേണ്ട, അതൊക്കെ ഒരു സെക്കൻഡ് മതി അല്ലേ? ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ഈ മതിൽ പണിയുന്നൊരു കാര്യത്തിൻ്റെ സംഭവം, യെരുശലേമിൻ്റെ മതിൽ അത് ചുട്ടും വെന്തും കിടക്കുന്നത് കണ്ടപ്പോൾ നെഹമ്യാവ് അവിടെ മതിൽ പണിയാനായിട്ട് പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് രാജാവിനോട് പറയുമ്പോൾ രാജാവ് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എത്ര സമയം വേണ്ടി വരും ഇത് പോയിട്ട് പണിത് വരേണ്ടതിനെന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നൊരു വാക്യം ഇതാണ്. ആ രാജാവ് അത് ചോദിച്ച ഒരു സെക്കൻഡിനുള്ളിൽ ഒരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞത് എന്തെന്നാൽ. കണ്ടോ, ഒരു കാര്യം ചോദിച്ച് അതിന് ഉത്തരം പറയാനായിട്ടുള്ള, രാജാവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, പാനപാത്രവാഹകനാണ്. ആ ഒരു നിമിഷം ഉള്ള ആ ഒരു ഉത്തരം പറയേണ്ട ഒരു സെക്കൻഡിനിടയിൽ പ്രാർത്ഥിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് അതിന് ഉത്തരം കിട്ടി, അപ്പോൾ തന്നെ പറയാണ്.
ഇതുപോലെ നമുക്കും വചനം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് പറയാം. നമ്മൾ പിന്നീടത്തേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അത് സംഭവിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കണം, ഇന്ന പ്രശ്നം എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കണം, നല്ല കാര്യം. പക്ഷേ അപ്പോൾ തന്നെ നമ്മളത് പറഞ്ഞാൽ ദൈവം അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും നമ്മളിൽ മറിഞ്ഞു കിടക്കൊക്കെ നീക്കിക്കളയാനൊക്കെ കർത്താവ് നോക്കിയിരിക്കുകയാണ്, കൃപ പകരാനൊക്കെ കാത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പറവൊന്ന് അങ്ങ് കൊത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് കാര്യമാണ് ഞാൻ അന്ന് കേട്ടപ്പോൾ ഓർത്തേരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. കാരണം പിശാച് ഭയങ്കര തന്ത്രശാലിയാണ്. അതുകൊണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് ഏറ്റുപറഞ്ഞാൽ അത് നമ്മളിൽ ക്ലെൻസിങ് നടക്കും, വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തും, നമ്മുടെ ഭാരങ്ങൾ മാറിപ്പോകും, സങ്കടങ്ങളും ദുഃഖങ്ങളും നിരാശകളൊക്കെ മാറിപ്പോകും. ഞാൻ പറയുന്നത് വെറുതെ പറയുന്നൊന്നുമല്ല. നമ്മളിത് പറയുമ്പോൾ തന്നെ നമ്മൾ അറിയത്തില്ല, നമ്മൾ പതുക്കെ കർത്താവിനോട് ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ദുഃഖം, നിരാശ, ഭയം, ഭീതിയൊക്കെ മാറിപ്പോയി നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പേടിച്ചുകൊണ്ടിരുന്ന പല സംഭവങ്ങളും നമ്മൾ വിട്ടുപോയി നമുക്ക് കാണാൻ പറ്റും. നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് പല പാപങ്ങളും നമ്മൾ വിട്ടുപോയി നമുക്ക് കാണാൻ പറ്റും. മുറുകെ പറ്റുന്ന പാപങ്ങളൊക്കെ വിട്ടുപോയി. കാരണം അത് നമ്മൾ പോലും അറിയുന്നില്ല. കാരണം നമ്മൾ പലതിലും ബലപ്പെട്ട് വരുന്ന കാണാനായിട്ട് സാധിക്കും. ദൈവം അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ, നിങ്ങൾ ഈ വാക്യം വായിച്ചോ? എബ്രായർക്ക് എഴുതിയ ലേഖനം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അത് ബൈബിളിൽ നിങ്ങളെല്ലാവരും പിടിച്ച് ഇരിക്കാൻ ഞാൻ വിശ്വസിക്കട്ടെ. അതിന്റെ 7-ന്റെ 25-ാം വാക്യം ഒന്ന് വായിച്ച ആരെങ്കിലും മ്യൂട്ട് മാറ്റിയിട്ട്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ, നോക്കിയേ, ഇവിടെ പറയാണ് അവരെ പൂർണ്ണമായി. കുറെ വാക്കുകളുണ്ട് അതിൽ, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. കണ്ടോ, ദൈവത്തോട് അടുത്തു. നമ്മൾ ദൂരെ ആയിരുന്നു, അകന്നായിരുന്നു, ശത്രുക്കളായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മളെ ദൈവം എന്ത് ചെയ്തു? അടുപ്പിച്ചു. പിതാവുമായി നമ്മൾ നിരപ്പിച്ചു, നമ്മളെ സമാധാനത്തിലാക്കി, നമ്മളെ പാപക്കറകളെ കഴുകിക്കളഞ്ഞു, കുറ്റബോധത്തെ നീക്കിക്കളഞ്ഞു, ദൈവനീതിയുടെ അങ്കി നമ്മൾ ധരിപ്പിച്ചു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തത്സമയം കടന്നു ചെല്ലാനായിട്ടുള്ള ആ വലിയ പ്രാഗൽഭ്യം നമുക്ക് തന്നു. ഭയം നീങ്ങിപ്പോയി. കേട്ടോ, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് അടുക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മുഖാന്തരമല്ലാതെ ഒരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാനായിട്ട് പറ്റത്തില്ല, അല്ലേ? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനും ഒരുവൻ മാത്രം, നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു. ഇല്ലേ, വായിച്ചിട്ടുണ്ടാവാക്കി നിങ്ങൾ എവിടെയെങ്കിലും? ദൈവം ഒരുവൻ, തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിലാണ്, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യ 2:7 2:5 1 തിമോത്തി 2:5 വായിച്ചോട്ടെ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. കണ്ടോ, ഇവിടെ പറയാണ് ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ആരെ പക്ഷപാതം ചെയ്യുന്നത്? നമുക്ക് വേണ്ടി. ഇവിടെ പറഞ്ഞ കണ്ടോ, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥം ചെയ്യണമെങ്കിൽ അതേ ഇതുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മധ്യസ്ഥം നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമായ ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥം നിൽക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഒറ്റ വ്യക്തിയുള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അതാണ് ഞാൻ നേരത്തെ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി. കണ്ടോ, അപ്പോൾ മനുഷ്യനാണ്, ഒപ്പം അതേസമയം ദൈവവുമാണ്. അപ്പോൾ ആ ദൈവം എന്ത് ചെയ്തു? മനുഷ്യനായി വന്നിട്ട് ഈ നമ്മളെ പാപത്താൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ നമ്മൾ ഓരോരുത്തരെയും എന്ത് ചെയ്തു? ദൈവമായിട്ട് നിരപ്പിച്ചു.
കണ്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, ഒരൊറ്റ മധ്യസ്ഥനേ ഉള്ളൂ. വേറെ ഒരു പുണ്യാളന്മാരുമില്ല, ഒരു മധ്യസ്ഥന്മാരുമില്ല. കത്തോലിക്ക സഭ പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്തീയത പറയുന്നത് പോലെ ഒരു മനുഷ്യനും ഒരു മധ്യസ്ഥനുമില്ല, ഒരൊറ്റ മധ്യസ്ഥനുള്ളൂ. അത് ദൈവവചനം പറയുന്ന കാര്യമാണ്. ബാക്കി എല്ലാം മനുഷ്യനുണ്ടാക്കിയതാണ്. അതിന്റെ പിന്നിലെല്ലാം വേറെ ഉദ്ദേശങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. നമുക്കെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഈ വചനമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറയാണ്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. കണ്ടോ, പക്ഷപാതം ചെയ്യുവാൻ എന്നുള്ള വാക്ക് കണ്ടോ? എവിടെ പക്ഷപാതം ചെയ്യാനായിട്ട് നിൽക്കുന്നത്? പിതാവിൻ്റെ സന്നിധിയിൽ. ഇന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാണ്. നമ്മുടെ ജീവിതത്തിൽ വചനം അനുസരിച്ച് നടക്കുന്ന കാലയളവിൽ നമ്മളിൽ മറഞ്ഞു കിടക്കുന്നതും മുറുകെ പറ്റുന്നതുമായിട്ടുള്ള പാപങ്ങൾ നമ്മളിൽ തെളിഞ്ഞു വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലുള്ളൊരു പാപം അത് മാനിഫെസ്റ്റ് ചെയ്യും. അത് പ്രകടമായിട്ട് പുറത്തോട്ട് പോകത്തുള്ളൂ. അത് പ്രകടമാവും. ആ പാപം അതിൻ്റെ ആ സ്വഭാവം വെളിപ്പെടുത്തും. അത് വെളിപ്പെടുത്തിയിട്ടാണ് പുറത്ത് അങ്ങനെ വെളിപ്പെടുമ്പോഴാണ് കുറ്റബോധം വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അങ്ങനെ കുറ്റബോധം വരേണ്ട, അത് നിയന്ത്രിച്ചിരുന്ന ശക്തി നമ്മളെ വിട്ടുപോകുന്നതാണ് എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ അതിന് സമർപ്പിച്ച്, കർത്താവെ, ആ തെറ്റ്, ആ കുറ്റം അത് ഞാൻ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട് കർത്താവ്. മാത്രമല്ല, യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചിരുന്നു. എന്താണ് പറഞ്ഞത്? അവൻ വെളിച്ചത്തിലിരിക്കുന്നു, നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. കണ്ടോ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനത്തിലാണ് അവിടെ അത് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നുണ്ട്, നമ്മളിതിന് മുമ്പ് വായിച്ചതാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്നു, അതിൻ്റെ 1-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്ക് ആരെങ്കിലും ഇനി അത് എവിടെയാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യമാണ്. അവൻ വെളിച്ചത്തിലിരിക്കുന്നു, നാമും വെളിച്ചത്തിൽ നടക്കുന്നു. നമ്മൾ ഒരു സമയത്ത് നമ്മൾ ഇരുട്ടിലാണ് നടന്നിരുന്നത്. ഇന്ന് നമ്മൾ ഇരുട്ടിൽ നടക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം വെളിച്ചമാകുന്ന ദൈവം നമ്മളിൽ വന്നു. വെളിച്ചത്തിൽ നമ്മൾ നടക്കുമ്പോൾ സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള ഇരുട്ടുകൾ നീങ്ങിപ്പോവുകയാണ്. ഇരുട്ട് നീങ്ങിപ്പോകുമ്പോൾ പ്രശ്നം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആരും ചിന്തിക്കില്ല, ഇരുട്ടങ്ങ് ചുമ്മാ പൂത്തില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവും, കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, ഭാര്യ ഭർത്ത പ്രശ്നം ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. ഈ ഇരുട്ട് നീങ്ങിപ്പോകുന്നതാണ്. മനസ്സിലായോ? പക്ഷേ നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇരുട്ട് വെളിപ്പെട്ട് വരുമ്പോൾ അത് കുറേ നാളങ്ങ് നീണ്ടു നിന്ന് കയ്പും പകയും ഒക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവമായിരുന്നെങ്കിൽ, ഈ നാളുകളിൽ ഇതിനെ നീങ്ങിപ്പോകുന്ന സമയത്ത് അത് ആ ഒരു അസ്വസ്ഥതയ്ക്ക് ഉണ്ടാക്കും. ദേഹത്തിലും സംഭാഷണത്തിലൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കും. പക്ഷേ അത് വിട്ടുപോകുമ്പോൾ അതിൻ്റെ ആ വിടുതൽ, അതിൻ്റെ അത് പോയത് മൂലമുള്ള ഒരു തേജസ്, അത് പോയത് മൂലമുള്ള ഒരു സമാധാനം, അത് പോയത് മൂലമുള്ള ഒരു സന്തോഷം ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റും. മനസ്സിലായോ? അതുകൊണ്ട് ഇത് തിരിച്ചറിയണം നമ്മൾ. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, അവൻ വെളിച്ചത്തിലിരിക്കുന്നു, നാമും വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അപ്പോൾ വെളിച്ചത്തിൽ നമ്മൾ നടക്കുകയാണ്. എന്നിൽ മറഞ്ഞു കിടന്നൊരു ഇരുട്ട്, ഒരു സാഹചര്യം വന്നപ്പോൾ അതങ്ങ് പുറത്തോട്ട് വന്നു. പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് വന്ന് ചാടി. അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെയാണത്. ആ ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ പ്രകടിപ്പിക്കും. അത് ചിലപ്പോൾ വാക്കുകൾ കൂടിയായിരിക്കും, ചിലപ്പോൾ പ്രവൃത്തിയിൽ കൂടിയായിരിക്കും, അല്ലെങ്കിൽ അത് എന്താണോ, ഏത് ആത്മാവാണ് വിട്ടുപോകുന്നത് അതിൻ്റെതായ രീതിയിൽ അത് പ്രവർത്തിക്കും. അവിടെയാണ് പറയുന്നത്, അത് വിട്ടുപോകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇത് ഏറ്റു പറയുമ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മാത്രമല്ല, ആ ഇരുട്ടിൻ്റെ ആ ശക്തി പോയ മേഖലയിലെല്ലാം വെളിച്ചവും ജീവനും വിശുദ്ധിയും ദൈവസ്നേഹവും ഒക്കെ നിറയാൻ ഇടയെത്തിരും. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ മാറ്റം ആ വ്യക്തിയിൽ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ വളർന്നു വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ വെളിച്ചം നടക്കുന്നു, നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത്. ആ ബന്ധത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതേ ഇതിൽ തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വചനവും. യാഗപീഠത്തിൻ്റെ മുമ്പിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഞാൻ കണ്ടു എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വിവിധ തലങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരിക.
ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെടുന്നുണ്ടോ? നമ്മളെ ഇപ്പം എന്താ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു എന്ത് ചെയ്യണം? ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കണം. അതെങ്ങനെയാണ് തികവിലേക്ക് കൊണ്ടുവരുന്നതെന്നായി പറഞ്ഞു തരണേ. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും നടക്കുകയില്ല. അതുകൊണ്ടാണ് ഇത്രയും ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിലും പിന്നെയും പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെങ്കിലും ഇത് അറിയാത്തവരായിട്ട് ഇപ്പം കേൾക്കുന്നതിൽ ഉണ്ടാകരുത്. നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾ ക്രിസ്തുവിൽ വളർന്നു വരാൻ ഈ കേൾവി മുഖാന്തരമാണ്. അതുകൊണ്ട് പിന്നെയും പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയണം കേട്ടോ, അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ. എന്തിനങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കൽ മരണം ആസ്വദിക്കാൻ വേണ്ടി വന്നു, ഇനി അവൻ ഒരിക്കലും മരണമില്ല. മനസ്സിലായോ? ഇനി അവന് മരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സദാ ജീവിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നിത്യജീവൻ തന്നവൻ നമ്മളെയും ആ നിത്യജീവനിലേക്ക്, നിത്യ തേജസ്സിലേക്കാണ് നമ്മളെ വഴി നടത്തുന്നത്. അതുകൊണ്ട് സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മം പ്രാപിച്ച നമ്മൾ ഓരോരുത്തരെയും പൂർണ്ണമായി രക്ഷിപ്പാൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് എന്തുകൂടിയുണ്ട്? രക്ഷ പൂർണ്ണമാകണം. കണ്ടോ, ഇങ്ങനെ ഈ വാക്കുകൾ കുറേ സ്ഥലങ്ങളിലുണ്ട്. രക്ഷയുടെ അന്തം പ്രാപിക്കണം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് കാര്യങ്ങളൊന്നും തീരുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട വ്യക്തി വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് കട്ടിയായുള്ള വചനത്താൽ ഇന്ദ്രിയങ്ങൾക്ക് തഴക്കം വന്ന് ഒരു കുഞ്ഞു വളരുന്നത് പോലെ വളർന്ന് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി യേശു ജീവിച്ചതുപോലുള്ളൊരു സ്വഭാവത്തിലേക്ക് വളർത്തി ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി പുത്രനായ യേശുവിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായവരെ ചേർപ്പാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തി, ആ വ്യക്തിക്ക് കർത്താവ് നാളെ വരികയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ അവർക്ക് ഈ വിശുദ്ധി പ്രാപിക്കാൻ പറ്റുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. കർത്താവ് അതിനെക്കുറിച്ച് പറയുന്നൊരു ഒരു കാര്യമുണ്ട്. കർത്താവ് ഒരു വേലയ്ക്ക് ഒരുത്തനെ ആക്കിയപ്പോൾ അവരോടൊരു കാര്യം പറഞ്ഞൊത്തു. മനസ്സിലായോ? ഒരു വെള്ളി നാണയം പറഞ്ഞൊത്തു. അവർ രാവിലെ തൊട്ട് എന്ത് ചെയ്തു? പണി ചെയ്തു, വൈകുന്നേരം വരെ പണി ചെയ്തു. പക്ഷേ 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും അവസാനം പണി നേരത്തൊക്കെ വന്നവരും അവരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വരൂ, കാര്യം ചെയ്ത് വേല ചെയ്തോളൂ, ഞങ്ങൾക്ക് കൂലി തരാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും വന്ന് ചെയ്തു. ചിലരൊക്കെ ഇപ്പോൾ നമ്മൾ 8 മണിക്കൂർ സമയമാണെങ്കിൽ അതിൻ്റെ അവസാന സമയത്താണ് വരുന്നത്. കൊടുക്കാൻ എന്ത് ചെയ്തു? വേലക്കാർക്ക് വന്നവർക്ക് കൂലി കൊടുത്തു. കൂലി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവസാനം വന്നവർക്ക് ഓരോ വെള്ളി നാണയം വെച്ച് കൊടുത്തു. അപ്പോൾ ആദ്യം വന്ന് ഈ വേല ചെയ്തവർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു വെള്ളി നാണയം കൊടുത്തു. മനസ്സിലായോ? അവർക്ക് വെള്ളി നാണയം കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ പിറുപിറുത്തു. ഞങ്ങൾ ഈ രാവിലെ തൊട്ട് ഈ വെയിലും കൊണ്ട് പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് നീ ഈ അവസാനം വന്നവരുടെ കൂലി തന്നെയാണല്ലോ കൊടുത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ യജമാനൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നീയുമായി ഒരു കാര്യം പറഞ്ഞൊത്തില്ലയോ? എനിക്കുള്ളതിനെ കൊണ്ട് എനിക്കിഷ്ടം പോലെ കൊടുക്കുവാൻ എനിക്ക് അവകാശമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ? നിങ്ങൾ സുവിശേഷത്തിലാണത്, പിന്നീട് വായിച്ചാൽ മതി. കോണ്ടക്സ്റ്റ് മനസ്സിലായല്ലോ. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയമുള്ളവർ, നമ്മൾ ഇവരൊന്നും നോക്കണ്ട. നമുക്ക് ദൈവം നമ്മളോട് പറഞ്ഞ വചനം നമ്മൾ അനുസരിച്ചോ? നിന്റെ കാര്യവിചാരത്തിനെ കണക്കേൽപ്പിച്ചാലേ പറയത്തുള്ളൂ. നമുക്ക് ലഭിച്ച വചനം അനുസരിക്കാതെ നമുക്ക് എപ്പോഴും ഒരു പ്രവണത അവനനുസരിച്ചോ അവളനുസരിച്ചോ അതൊന്നും നമ്മൾ നോക്കണ്ട. നിന്റെ കാര്യവിചാരത്തിൻ്റെ കണക്കേൽപ്പിക്കുക. ഞാൻ നീയുമായി കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കാൽ ഉറച്ചു നിൽക്കുമോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ പ്രകാരം ഞാൻ നിന്നെ ന്യായം വിധിക്കുന്ന നാളിൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ കർത്താവേ, ഈ കേട്ട വചനത്തിനനുസരിച്ചൊന്ന് ജീവിപ്പാൻ നീ എന്നെ സഹായിക്കണമേ. ഇനി ആ 11-ാം മണി നേരത്ത് വന്ന വ്യക്തിയെയും ഒരു നിമിഷം കൊണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ആഗ്രഹം അറിയുന്നവനെ കർത്താവ്. മനസ്സിലായോ? അവന് ലഭിച്ച സമയത്ത് അവൻ എങ്ങനെയാണ് കാര്യങ്ങൾ കണ്ട് ചെയ്തതെന്ന് അറിയുന്ന കർത്താവ് അവനെ ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് ഒരുക്കിയെടുക്കാനൊക്കെ ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. കാരണം ദൈവത്തിന് അതൊക്കെ സാധിക്കും. മറിച്ച് നമ്മൾ ദൈവിക ജ്ഞാനത്തിൽ കാര്യങ്ങളെ കണ്ട് എനിക്ക് ലഭിച്ച സമയം, എനിക്ക് ലഭിച്ച വചനം, എനിക്ക് നൽകിയ സാഹചര്യം അത് തക്കത്തിൽ വിനിയോഗിക്കണം. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്.
കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. നമുക്ക് ലഭിച്ച, നമ്മളെ വിളിച്ചല്ലോ, നമുക്ക് വെളിപ്പെടുത്തി തന്നല്ലോ, നമ്മളത് അനുസരിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. നമ്മളായിരിക്കുന്ന ബന്ധങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോയപ്പോൾ, അപ്പോൾ അവിടെ അവിടുത്തെ ആള് മെസ്സേജൊക്കെ കേൾക്കാറുള്ള ആളാണ്. അപ്പോൾ എന്തോ പറഞ്ഞതിൻ്റെ ഇടയിൽ ആൻറ്റി ഞാൻ കേട്ടില്ല, ആൻറ്റി കയറി ഒരു കാര്യം പറഞ്ഞു, കേൾക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ അത് ജീവിതത്തിൽ ഉണ്ടാവുക കൂടി വേണമെന്ന്. മനസ്സിലായോ? വചനം കേൾക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ അത് വചനം ജീവിതത്തിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ നമ്മളിത് കേട്ടിട്ട്, കാരണം ഈ പ്രതിയോഗി എന്ന് പറയുന്ന ആള് അന്വേഷിച്ച് വേറെ എവിടേക്കും പോകണ്ട നമ്മള്. മനസ്സിലായോ? പ്രതിയോഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ളവരാണ്. എൻ്റെ പ്രതിയോഗിയായിട്ട് വരുന്ന എൻ്റെ ഭാര്യ, എൻ്റെ മക്കളോ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊക്കെ പ്രതിയോഗിയായിട്ട് വരുന്നത് നമുക്ക് ചുറ്റിലുള്ളവരാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മളെ കാണുന്നത്. കൂടെ കിടക്കുന്നതിന് രാപ്പനി അറിയുന്നൊരു ചൊല്ലുണ്ട്. അപ്പം നമ്മൾ ഈ വചനം വായിക്കുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, ഈ വ്യക്തിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്നെ അറിയുന്നത്, എൻ്റെ മക്കൾക്ക് എന്നെ അറിയുന്നത്. ഞാനീ വചനം വായിക്കുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബൈബിൾ വായിക്കുന്നു, പഠിപ്പിക്കുന്നു, മെസ്സേജ് പറയുന്നു, എന്നിട്ട് എൻ്റെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്നതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണെങ്കിൽ അവരാണ് എന്നോട് പ്രതിയോഗിയായിട്ട് വരുന്നത്, അവരാണ് എന്നെ വിരൽ ചൂണ്ടുന്നത്. അപ്പം അത് പറയുന്നതല്ലാതെ ഇത് ചെയ്യുന്നില്ലല്ലോ എന്നൊരു ചോദ്യം അവർ ചോദിക്കാനായിട്ട് വരരുത്. അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ വചനം കേട്ടിട്ട് നമ്മൾ ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലോ എന്ന് വിചാരിക്കരുത്. നമ്മളെ കാണുന്നവരുണ്ട്, നമ്മൾ നോക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ നിമിത്തം ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നൊക്കെ പറയുന്നതിൻ്റെ താല്പര്യം ഇതാണ്. കാരണം ഈ നാളുകളിൽ അതാ സംഭവിക്കുന്നത്. വചനമൊക്കെ വായിക്കുന്നു, കേൾക്കുന്നു, പുസ്തകം കൊണ്ട് നടക്കുന്നു, പ്രൈസിലോട് പറയുന്നു, സെറ്റപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ വേർതിരിക്കപ്പെട്ടവരാണെന്നൊക്കെ അറിയാം. പക്ഷെ അടുത്തോട്ട് വരുമ്പോൾ ഒരു ഫലം, ഒരു അത്തിഫലം, ഒരു വാക്ക് കാണാനില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ആവരുത് നമ്മൾ. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവരുത്. അങ്ങനെയുള്ളവരൊക്കെ കാണുമായിരിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വചനം പഠിപ്പിക്കുന്നത്. എനിക്ക് നമ്മളെല്ലാവരും കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടണം. അതിൽ കുറഞ്ഞൊരു ആഗ്രഹമില്ല നമുക്ക്. വേറൊരു കാര്യം ഞാൻ പറയുന്നില്ലല്ലോ. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ വെറുതെ തിയോളജിയോ അല്ലെങ്കിൽ ഘോരഘോര പ്രസംഗം ഒന്നുമല്ല. ഞാൻ ഡേ ടു ഡേ ലൈഫിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമുക്ക് ഉണ്ടാകുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആരും നമുക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഇടവരരുത്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, കേൾക്കുന്ന വചനം പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരണം. അതിന് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മൾ അതിനായിട്ട് സഹായിക്കും. അപ്പോൾ ഇവിടെ പറയാണ്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കേട്ടോ, പൂർണ്ണമായി രക്ഷിക്കുക. അപ്പോൾ രക്ഷയ്ക്കൊരു പൂർണ്ണതയുണ്ട്. പക്ഷെ ഇതിന് കർത്താവ് പ്രാപ്തനാണ്. ഇങ്ങനെ പൂർണ്ണമായിട്ട് രക്ഷയിലേക്ക് വളരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത എനിക്കുണ്ട് എന്നൊരു ബോധ്യം ആദ്യം നമുക്കുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിയെ തിരുത്താൻ പറ്റത്തുള്ളൂ. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഒരു വ്യക്തിയെ തിരുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? സ്വയനീതിയുള്ളൊരു വ്യക്തിയെ ഒരിക്കലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വചനത്തിൽ കൂടി തിരുത്താൻ പറ്റത്തില്ല. ഞാനെന്ന ഭാവമുള്ള, അഹങ്കാരമുള്ള, നെകളവും ഉന്നത ഭാവവും ഒക്കെയുള്ള വ്യക്തികളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരുത്താൻ പറ്റത്തില്ല. മാറ്റങ്ങളൊന്നും ഉണ്ടാവത്തില്ല. സമയങ്ങൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ ശ്രേഷ്ഠരെ നിന്നുന്നവരായിരിക്കണം. ദൈവസന്നിധിയിൽ തന്നെത്താൻ സറണ്ടർ ചെയ്യണം. ഗലാത്യലേഖനം 2:20 എന്താ പറയുന്നത്? ഈ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കണം. നമ്മൾ പലപ്പോഴും ഇത് ഓർക്കത്തില്ല. ഗലാത്യലേഖനം 2:20 എന്താ പറയുന്നത്? വായിച്ചേ. ഓരോ സാഹചര്യങ്ങളുടെ നടുവിൽ ഓരോ ഇത് വരുമ്പോൾ, ഓരോ സാഹചര്യത്തിന് മുമ്പിൽ കർത്താവ് നമ്മളെ കൊണ്ടു നിർത്തുമ്പോൾ ഈ വചനം നമ്മൾ ഓർക്കണം. ഇതാണ് ഞാൻ എന്ന് നമ്മൾ ഓർക്കണം. വായിച്ചേട്ടാ, ഗലാത്യലേഖനം 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഈ വചനം ഒന്ന് എഴുതി നമ്മളുടെ റൂമിൽ ഒട്ടിച്ചു വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ബൈബിളിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല. മൊബൈലിൽ നമ്മൾ ഫോട്ടോ കിട്ടുന്നതിന് പകരം ഈ വചനം ആണെങ്കിൽ നമ്മളിത് ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ ഈ വചനം കാണും. എന്നിട്ട് ഇതൊന്നും നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കണം, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നാ പറയുന്നേ, പെട്ടോ?
ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ആണോ? ക്രിസ്തു ആണോ എന്നിൽ ജീവിക്കുന്നത്? അത് ഞാൻ തന്നെയാണോ? ഞാൻ എന്നെ തന്നെയാണോ ഉയർത്തുന്നത്? അത് എന്നെയാണോ ഇപ്പോഴും എല്ലാവരും കാണുന്നത്? എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ടോ? എൻ്റെ വാക്കുകളിലുണ്ടോ? എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടോ? എൻ്റെ കുടുംബ ജീവിതത്തിലുണ്ടോ? എൻ്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലുണ്ടോ? എനിക്കൊരു നല്ല ഭർത്താവാകുവാൻ, നല്ല ഭാര്യയാകുവാൻ, നല്ല മക്കളാകുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ അതിനായിട്ട് എന്നിൽ മറഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുന്ന ജഡിക സ്വഭാവങ്ങളെ ക്രൂശിക്കുവാനായിട്ട്, ഏറ്റുപറയുവാനായിട്ട്, നീക്കിക്കളയുവാനായിട്ട്, സറണ്ടർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കണ്ടോ? എവിടെ നോക്കിയാൽ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. എന്നെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുന്ന കൃപയോട് കൂടിയതാണോ? എനിക്ക് മറ്റുള്ളവരോട് കൃപ തോന്നുന്നുണ്ടോ? എൻ്റെ ഹൃദയം എപ്പോഴും കഠിനപ്പെട്ടാണോ ഇരിക്കുന്നത്? ഇപ്പോഴും ഞാൻ കയ്പിലും പകയിലും വെറുപ്പിലും വിദ്വേഷത്തിലാണോ? ആരോടൊക്കെ ഇപ്പോഴും എനിക്ക് കയ്പുള്ളത്? ആരൊക്കെ കാണുമ്പോൾ ഞാൻ മുഖം തിരിക്കുന്നത്? ആരോടൊക്കെ എനിക്ക് വെറുപ്പുള്ളത്? ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. പറയാൻ പറ്റുമോ നമുക്ക്? അങ്ങനെ പറയാൻ പറ്റണം. കാരണം ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ പ്രാവർത്തികമാകാൻ വേണ്ടി എഴുതിയിരിക്കുന്ന വചനങ്ങളാണ്. അതല്ലാതെ മറ്റൊന്നുമല്ല. ഇത് നമ്മളുടെ എൻ്റെ യേശുവിനോട് ചേരാൻ സ്നാനപ്പെട്ട, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ വ്യക്തികളുടെ ലൈഫിനെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എന്നെ കാണുന്നവർ യേശുവിനെ കാണുന്ന ക്രിസ്തുവിൻ്റെ പത്രമായി നമ്മൾ തീരണം. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്തിട്ട്, എന്തെങ്കിലും കുറേ നന്മ പ്രവർത്തികൾ ചെയ്തിട്ട് മനസ്സിനൊരു സുഖം കിട്ടിയെന്ന് പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറയാണ്, പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കേട്ടോ, നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തരാണ്. പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ കർത്താവിന് പോലും എന്നെ ഒന്നും മാറ്റാൻ, അല്ലെങ്കിൽ ഈ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ലെന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അവൻ സർവശക്തനായ ദൈവമാണ്. എന്നാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആ കർത്താവിന് സകലതും സാധ്യമാണ്. നമ്മൾ സമർപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവ് അവസാനത്തോളം നമ്മളെ നടത്തും. നമുക്ക് 3-4 മിനിറ്റ് കൂടി ഉണ്ട്. ഒരു വാക്യം കൂടി നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1 കൊരിന്ത്യ ലേഖനം 1-ന്റെ 7. ഇത് തന്നെയാണ് പറയുന്നത്. വായിച്ചോട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം. അവിടെ പറയാണ്, നമ്മൾ അവസാനത്തോളം അവൻ ഉറപ്പിക്കും. അവിടെ പറയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. വായിച്ചോട്ടെ. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കേട്ടോ, നമ്മൾ നേരത്തെ ഫിലിപ്പിയ ലേഖനം 1-ന്റെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിച്ചപ്പോൾ അവിടെ ഇത് പറഞ്ഞായിരുന്നു അല്ലേ? എന്ത് പറഞ്ഞത് അവിടെ? 1-ന്റെ 4 പറഞ്ഞ ഫിലിപ്പിയറിൽ മറന്നുപോയി എല്ലാവരും. ആരുടെ നാളിൽ എന്ന് പറഞ്ഞ അവിടെ? അവിടെ കണ്ടോ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം. ഇവിടെ അത് തന്നെ പറയുന്നത് കേട്ടോ. നോക്കിയാൽ നിങ്ങൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ 8-ാം വാക്യം കണ്ടോ? യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടുന്ന ദിവസം എന്നായി പറഞ്ഞതിനർത്ഥം. ആ നാൾ വരെ ആ സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയമില്ല. അതിനുശേഷം പിന്നീട് എതിർ ക്രിസ്തുവാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ നാൾ വരെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ആ സമയം എപ്പോഴാണ് നമ്മൾ അറിയുന്നില്ല. നാഴി നമുക്ക് അറിയത്തില്ല. പക്ഷെ കാലങ്ങളിൽ സമയങ്ങളിൽ നമുക്ക് വിവേചിക്കാം. അപ്പോൾ നമ്മൾ വിശ്വസിച്ചാൽ രക്ഷ നമ്മളോട് അടുത്തിരിക്കുന്നു. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പറയാണ്, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിൽ കുറവില്ലായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. പ്രത്യക്ഷത, മേഘപ്രത്യക്ഷത. 2 പ്രത്യക്ഷതയുണ്ട് യേശുവിന്. ഒന്ന് മഹത്വ പ്രത്യക്ഷത, അത് സഭയുമായി കോടിക്കണക്കിന് ദൂതന്മാരുമായിട്ട് വരുന്ന സംഭവമാണ്. അത് മഹത്വ പ്രത്യക്ഷതയാണ്, തേജസ്സിൽ വരുന്ന കാര്യമാണ്. പക്ഷെ ഇത് പറയുന്നത് മേഘപ്രത്യക്ഷതയാണ്. കർത്താവ് മധ്യാകാശത്തിൽ വരുന്നു, ആരും അറിയുന്നില്ല, സഭ മാത്രം, മണവാട്ടി മാത്രം അറിയുന്ന, മണവാട്ടിയെ ചേർപ്പാൻ വേണ്ടി വരുന്നൊരു വരവാണ്. അപ്പോൾ അത് നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ നല്ല വിജിലൻ്റ് ആയിരിക്കണം, അലർട്ടായിട്ടിരിക്കണം. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും
ആ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. അതാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മളോട് ചോദിക്കണം, ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? മനസ്സിലായോ? കാത്തിരിക്കുന്നു വചനം പറയുന്നുണ്ട്. വ്യക്തിപരമായിട്ട് എന്നോട് ചോദിക്കണം, എനിക്ക് ആ ഒരു, നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ കർത്താവ് ഇന്ന് വരുമോ, കർത്താവെ അങ്ങനെ വരവ് അടുത്തോ എന്നൊരു പ്രാവശ്യമെങ്കിൽ നമ്മൾ ചിന്തിച്ചോ? നമ്മളൊരു വ്യക്തി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കത്തില്ലേ? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ കർത്താവെ എടുക്കപ്പെടാൻ സഹായിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചോ? കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചോ? എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണം, എൻ്റെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, കൊടുക്കൽ വാങ്ങലിൽ, ബന്ധങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കർത്താവെ. അങ്ങോട്ട് വരവുന്ന രാത്രിയിലാണെങ്കിൽ ഞാനും കർത്താവെ ഞങ്ങളെല്ലാവരും എടുക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ, എന്ന രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചോ? അങ്ങനെ ഒരു ചിന്തയുണ്ടോ നമുക്ക്? പ്രേരണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. അപ്പൊ ഇപ്പൊ കുറ്റമുണ്ട് പലതും, അല്ലെ? കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറ്റമുണ്ടെന്നല്ല അർത്ഥം. പിശാച് പല കുറ്റങ്ങളും പറയുന്നുണ്ട്, പല സംഭവ കുറവുകളുണ്ട്. ഇപ്പോഴും നമ്മൾ പൂർണ്ണമായിട്ടും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത മേഖലകളുണ്ട്. അതുകൊണ്ടാണ് അതിനെയാണ് നീക്കിക്കളയാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഈ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറ്റമില്ലാത്തവരായി ഇരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കേട്ടോ, ഉറപ്പിക്കുകയാണ് നമ്മളെ. കർത്താവിനോട് ചേർത്ത് നമ്മൾ ഉറപ്പിക്കുകയാണ്. അവൻ എന്ത് സാഹചര്യങ്ങൾ വന്നാലും അതൊന്നും നമ്മളെ തളർത്താതെ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവൻ്റെ മണവാട്ടിയെ നമ്മൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയാണ്, ആ കർത്താവിൻ്റെ നാളിൽ അവസാനത്തോളം നമ്മൾ എന്ത് ചെയ്യും? അവൻ ഉറപ്പിക്കും. നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നല്ല പ്രവൃത്തി ആരംഭിച്ച് ക്രിസ്തുവിന്റെ നാളോളം അതിനെ നിവർത്തിക്കും. ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുക, സദാ ജീവിക്കുന്നവനാകിയാൽ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രവൃത്തി ആരംഭിച്ച ക്രിസ്തുവിന്റെ നാളോളം ഉറപ്പിക്കും. ഇതെല്ലാ വചനങ്ങളും, ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട്. നമുക്ക് കർത്താവ് വരാൻ താമസമെങ്കിൽ നമുക്ക് അത് പിന്നീട് ധ്യാനിക്കാം. എന്നാൽ കേട്ട വചനങ്ങളുടെ മുന്നമേ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചിട്ട് ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടോ? ഞാൻ ഈ കേൾക്കുന്ന വചനങ്ങൾ അതൊരു കേൾവി മാത്രമായിട്ടാണ് പോകുന്നത്. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, അതിനെ ധ്യാനിച്ചും കൊണ്ട് അതിൻ്റെ അനുസരണത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് സ്വസ്ഥപതി ഞങ്ങൾ പൂർണ്ണമായി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവെ, ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുന്ന അങ്ങ് കർത്താവെ, ആ വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് നന്ദി പറയുന്ന കർത്താവ്. അതിന് തടസ്സം നൽകിയ ആൾ കുറവുകളെല്ലാം നീക്കണം കർത്താവെ. അങ്ങോട്ട് വരേണ്ട പ്രത്യാശ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. വചനത്തിലൂടെയുള്ള ദാഹത്താൽ നിറയ്ക്കണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാനുള്ള ഉത്സാഹം നൽകണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം കർത്താവെ. ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും എല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ അധികമായി അങ്ങോട്ട് അടുപ്പാൻ കർത്താവെ, അങ്ങയുടെ വരവിൽ എല്ലാവരും കണ്ണിവയ്ക്ക് രൂപാന്തരപ്പെട്ട് തേജസ്സിൽ എടുക്കപ്പെടുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണം. കുറവുകളെല്ലാം നീക്കണം കർത്താവെ. പരിശുദ്ധാത്മാവിൽ എല്ലാവരും അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.